നമസ്കാരം. ഇന്ന് സൂര്യഗ്രഹണവും അമാവാസിയുമാണ്. ഇന്നേ ദിവസം ജീവിതത്തിൽ ഈ പ്രധാനപ്പെട്ട ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം സൂര്യൻ്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം ചന്ദ്രൻ്റെ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ ധ്യാനിക്കുക. പരമശിവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. വന്നു ചേരുന്നതായ ഏതൊരു ദോഷകരമായ ഫലങ്ങളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ആദ്യത്തേതായ ചിത്രമായ സൂര്യനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ശുദ്ധ മനസ്ഥിതിയുള്ളവരാണ് ഇവർ. മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്നവരാകുന്നു. പലവിധ ക്ലേശങ്ങൾ അത് ബാല്യകാലം മുതൽ തന്നെ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ്. ബുദ്ധിയും ആത്മാർത്ഥതയുമുള്ളവരാണ്. അതിനാൽ തന്നെ ഇവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നേടുവാൻ സാധിക്കുന്നതാണ്. പലവിധ തിരിച്ചടികൾ നിങ്ങൾ നേരിടുന്നുണ്ടാകാം. എന്നാൽ അത് താൽക്കാലികം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. ക്രമേണ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതുമാണ്. പലപ്പോഴും അന്യർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഇവർ ധനം ചെലവാക്കുവാൻ മടി കാണിക്കുന്നവരല്ല. എന്നാൽ തിരികെ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ വളരെ ആവശ്യകരമായ സമയങ്ങളിൽ പലരിൽ നിന്നും ഈ കാര്യം തിരിച്ച് ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം. ഉറച്ച ഈശ്വര വിശ്വാസികൾ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അഭിവൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ് വന്നു ചേരുക. തൊഴിൽ അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമാകാം. കഴിവുകൾ നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും. വിദ്യാഗുണം നിങ്ങളിൽ വന്നു ചേരും. തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അഥവാ അനുഭവിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികമായി നല്ല സമയം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദോഷകരമായ സമയങ്ങളെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രസന്ന മുഖത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യയും ധനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കർമ്മ കുശലത ഉള്ളവരായി നിങ്ങൾ മാറും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വീടുകളിൽ നിന്നും പിന്തുണ ലഭിക്കുക, വീട്ടുകാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പരാജയങ്ങളിൽ തളരാത്ത വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങളെ, ദുരിതങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പല നന്മകളും ചെയ്യുകയും എന്നാൽ തിരികെ അത്തരം കാര്യങ്ങൾ ലഭിക്കാതെ വിഷമങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. പലപ്പോഴും ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ അത് അനുകൂലമല്ലാത്തതായ സാഹചര്യം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കഷ്ടപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിധി വരെ ഒഴിയുന്നതാണ്. നല്ല സമയം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ബുദ്ധി സാമർഥ്യത്തോടെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് സമീപിക്കുവാൻ സാധിക്കും. സന്ദർഭത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങളിലേക്ക് കടന്ന് വരുന്നതാണ്. കൂടാതെ എല്ലാവരോടും തന്ത്രപൂർവം എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഴിവിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സമർത്ഥിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളിലേക്ക് ഐശ്വര്യവും ഉയർച്ചയും കടന്ന് വരുന്നതാണ്. നല്ല സമയം തന്നെ വന്നു ചേരും. അതിനു മുന്നോടിയായി പല രീതിയിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം. അധികാരം പോലും നിങ്ങളിലേക്ക് വന്നു ചേരാം. ബുദ്ധിഗുണവും നിങ്ങളുടെ പ്രത്യേകത തന്നെയാണ്.
തന്ത്രപരമായി തന്നെ മുന്നോട്ട് പോകുവാനും മറ്റുള്ളവരിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാനും അല്ലെങ്കിൽ ജീവിതത്തിൽ അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഉയർച്ചയും നല്ല സമയവും അനുഭവിക്കാനുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ് എന്ന് തന്നെ പരാമർശിക്കാം. അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. രണ്ടാമത്തെ ചിത്രമായ ചന്ദ്രദേവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും അത് വിട്ടുപോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പിന്നീട് ഈ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും വൈകിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പലപ്പോഴും മറ്റുള്ളവരോട് സ്നേഹത്തോടെ തന്നെ പെരുമാറും, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകും. എന്നാൽ തിരികെ ലഭിക്കുന്നത് പലവിധ തിരിച്ചടികളും വിഷമങ്ങളുമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക. തികഞ്ഞ വാക് സാമർഥ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. കലഹിക്കുന്നതായ ചില സ്വഭാവങ്ങളുണ്ട്, അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രവൃത്തി രംഗത്ത് കർമ്മ കുശലത കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശാന്തശീലരായി നിങ്ങൾ കാണപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തീരുമാനങ്ങൾ ഉചിതമായി കൈക്കൊള്ളുവാൻ സാധിക്കും. ഗുണാനുഭവങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നതായ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. എന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തുടർന്നും പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നൽകുന്നവരാകുന്നു. അത്തരം കാര്യങ്ങളിൽ യാതൊരുവിധ മടിയും കാണിക്കാത്തവർ തന്നെയാണ് ഇവർ. അത്തരം കാര്യങ്ങൾ തുടർന്നും ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ കടന്നു വരും. ആ ആഗ്രഹം പൂവണിയുന്നതാണ്. കൂടാതെ ഈ സമയം ജോലി കണ്ടുപിടിക്കുക, അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള താല്പര്യം നിങ്ങൾക്ക് വർദ്ധിക്കും, അത് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സുഖാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിഷമങ്ങൾ നൽകുന്നതായ പല കാര്യങ്ങളും മറക്കുവാനും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. മറ്റുള്ളവരോട് പെരുമാറുവാൻ, അത് വളരെയധികം മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന രീതിയിൽ പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല കാര്യങ്ങളും നിങ്ങൾ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിൽ ചിലത് ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. തുറന്ന മനസ്സോടെ ഏവരോടും ഇവർ പെരുമാറുന്നതാണ്. അത് ചില വിനകൾ, ചില ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അതിൽ പലരെയും തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പലരുടെയും സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വാക്ചാതുര്യത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ തന്മൂലം നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ആകർഷണീയരായി നിങ്ങളെ തോന്നുന്നതാണ്, കാരണം നിങ്ങളെ സംസാരം പ്രവൃത്തി അത്തരത്തിലായി തീരുന്നതുമാണ്. കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ്. മറ്റുള്ളവർ പറയുന്നതായ പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കുവാൻ സന്നദ്ധരായി തീരും. അതിൽ പല കാര്യങ്ങളും നിങ്ങൾ തിരുത്തി കൊടുക്കുകയും മറ്റുള്ളവർക്ക് അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്യാം. കൂടാതെ തൊഴിൽ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അകലുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, അത് പല കാര്യങ്ങളിലൂടെയും നേട്ടങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. എന്നാൽ ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉദ്ദേശിക്കുന്നതായ പല കാര്യങ്ങളും നടക്കും. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഗൃഹം മോടി പിടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നോ അത്തരം ചില കാര്യങ്ങൾ, ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അകലുവാൻ, അത്തരം ചില പ്രശ്നങ്ങൾ അകലുവാൻ സാധിക്കും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ശുഭകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളെ തേടിയെത്താം. മറക്കുവാൻ സാധിക്കാത്തതായ ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക.
ഭാഗ്യം തുണയ്ക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക.